ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ വസ്തുക്കളെയൊക്കെ യുക്തിപൂർവം നിരീക്ഷിക്കാറുണ്ട്. എന്നാൽ ആത്മതത്വത്തെ യുക്തിപൂർവം നിരീക്ഷിച്ചാൽ നമുക്കൊന്നും തന്നെ വ്യക്തമാവുകയില്ല. യുക്തിക്ക് അതീതമാണ് ആത്മഭാവം. അതിനാൽ അതിനെ ഒരു യുക്തി കൊണ്ടും അളക്കാൻ സാധിക്കുകയില്ല. അതിനാൽ ഒരു കവി നമുക്ക് പറഞ്ഞു തരുന്നു, എന്ത്? ഭക്തിക്ക് യുക്തി കാണേണ്ട, യുക്തി ബുദ്ധിക്കധീനമെന്നോർക്കൂ. ഭക്തി തണ്ടായി വേരു വൃത്തിലാകുന്നതു യുക്തിക്കതീതമെന്നോർക്കൂ. ഇവിടെ നമ്മുടെ ഭക്തി എന്ന് പറയുന്നതിനെ യുക്തി കൊണ്ട് അളക്കാനൊന്നും ആരും നോക്കണ്ട. അതാണ് ഭക്തിക്ക് യുക്തി കാണേണ്ട. ഭക്തിഭാവത്തിന് അവിടെ യുക്തി ഉണ്ടോ എന്നൊന്നും നോക്കേണ്ടതില്ല. യുക്തി ബുദ്ധിക്കധീനമെന്നോർക്കൂ. യുക്തിയൊക്കെ ബുദ്ധിക്കധീനമാണ്. എന്നാൽ ഭക്തിയാകട്ടെ അത് യുക്തിക്കധീനം അല്ല. യുക്തി ബുദ്ധിക്കധീനമെന്നോർക്കൂ. ഭക്തി തൻ തായ്വേര് ഹൃത്തിലാകുന്നതും. ഭക്തിയുടെ തായ്വേര്, ഭക്തി ഉണ്ടാവുന്നത്, ഭക്തി മുളച്ചു പൊന്തിയിരിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയമെന്നാൽ ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ ആകത്തുകയ്ക്കാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിൽ നിന്നാണ് ഭക്തി അങ്കുരിക്കുന്നത്. ആ ഭക്തി യുക്തിക്ക് അതീതമാണ്. യുക്തി കൊണ്ട് ആ ഭക്തിയെ അളക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്രകാരം അളക്കാൻ പറ്റിയതല്ല യഥാർത്ഥമായ ഭക്തി. യുക്തിക്കും ബുദ്ധിക്കും അതീതമാണ് ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരൻ അതിനതീതമായതാണ്. അതിനാൽ നാം മനസ്സിനെ നിരന്തരം ആത്മോന്മുഖമാക്കുക എന്നതാണ് ഇവിടെ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നതും അത് തന്നെയാണ്. നാം ആ ഈശ്വരനിലേക്കുള്ള ഇടപെടാതെയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒഴുക്കിനെയാണ് നാം പ്രാർത്ഥന എന്നും ധ്യാനം എന്നും പറയുന്നത്. ഇത് രണ്ടും വാസ്തവത്തിൽ രണ്ടല്ല. ഈശ്വരനും മനസ്സിനെ ഈശ്വരനെയും മനസ്സിനെയും തമ്മിൽ സന്ധിപ്പിക്കുന്നതാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ഭക്തി എന്നെല്ലാം പറയുന്നത്. ഇതിന് പല പേരുകൾ പറഞ്ഞാലും അതൊന്നു തന്നെയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഭക്തിക്ക് യുക്തി കാണേണ്ട, യുക്തി ബുദ്ധിക്കധീനമെന്നോർക്കൂ. ഭക്തി തന്തായി വേരു ഹൃത്തിലാകുന്നതു യുക്തിക്കതീതമെന്നോർക്കൂ.